സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര നയ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള സിനിമാ കോൺക്ലേവിന് ഇന്ന് സമാപനം. തിരുവനന്തപുരത്ത് ഇന്നലെയാണ് കോൺക്ലേവ് ആരംഭിച്ചത്. 600-ലധികം പ്രതിനിധികൾ, സിനിമാ രംഗത്തെ വിവിധ ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. സുലേഖ ശശികുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. സുലേഖ, ഏതായാലും കോൺക്ലേവിൽ വിവിധ കാര്യങ്ങൾ ചർച്ചയായി വരുന്നുണ്ട്. ഈ കരട് നയത്തിന്റെ അന്തിമ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു റിപ്പോർട്ടിൽ അവതരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുക, അല്ലേ? വിനിഷ, എന്തായാലും ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഫിലിം കോൺക്ലേവിന് തുടക്കം കുറിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ആരംഭിച്ച ഫിലിം കോൺക്ലേവ് ഇന്ന് സമാപിക്കും. ഇന്ന് വൈകിട്ടാണ് ഈ ഫിലിം കോൺക്ലേവിൻ്റെ സമാപനം ഉണ്ടാവുക. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഈ സിനിമ നയ രൂപീകരണത്തിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ ഫിലിം പോളിസി കോൺക്ലേവ് എന്ന തരത്തിൽ ഒരു കോൺക്ലേവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഇന്നലെ നടൻ മോഹൻലാലും അതിനൊപ്പം തന്നെ സുഹാസിനി മണിരത്നവും ഒക്കെ മുഖ്യാതിഥിയായി എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ കോൺക്ലേവിൽ ഉടനീളം ഇത്തരത്തിൽ രാജ്യാന്തര പ്രതിനിധികളടക്കമുള്ള ആളുകൾ, 600ഓളം വരുന്ന പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സിനിമാ നയ രൂപീകരണം നടത്തുമ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ആ നയരൂപീകരണത്തിൽ, ആ നയത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതൊക്കെ തന്നെ ഈ ചർച്ച ചെയ്തുകൊണ്ട് കണ്ടെത്തുക, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു നയം രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്തായാലും 600ഓളം വരുന്ന രാജ്യാന്തര പ്രതിനിധികൾ ഈ സിനിമാ കോൺക്ലേവിന്റെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇത്തരത്തിൽ ഈ 10 വിഷയങ്ങളിൽ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട 10 വിഷയങ്ങളിൽ 6 വിഷയങ്ങളിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ 4 വിഷയങ്ങളിലാണ് ഈ കോൺക്ലേവിൽ ചർച്ചകൾ നടക്കുക. പാനൽ ഡിസ്കഷൻ അടക്കം നടത്തിയതിനു ശേഷം പ്ലീനറി ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ചർച്ചകളൊക്കെ തന്നെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് മന്ത്രി സജി ചെറിയാൻ അവതരിപ്പിക്കുക. എന്തായാലും അതിനുശേഷം മന്ത്രി സജി ചെറിയാന്റെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 ദിവസം നീണ്ടുനിന്ന സിനിമാ കോൺക്ലേവിന് ഇന്നാണ് സമാപനമാവുക. ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഈ സിനിമാ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. അത്തരത്തിൽ ഈ ഉദ്ഘാടന വേളയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ സിനിമാ ലോകത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അത് കേരളത്തിലാണ്. സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അതൊരു സിനിമാ നയ രൂപീകരണത്തിന് മുന്നോടിയായി, അല്ലെങ്കിൽ ആ സിനിമാ നയ രൂപീകരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹാസിനി മണിരത്നം അടക്കമുള്ള, വെട്രിമാരൻ അടക്കമുള്ള 600ഓളം വരുന്ന പ്രതിനിധികൾ, രാജ്യാന്തര പ്രതിനിധികൾ ഈ കോൺക്ലേവിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും സിനിമാ നയ രൂപീകരണം അത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയായി തന്നെയാണ് ഇത്തരത്തിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വിനീഷ.